നമസ്കാരം. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത ഔദ്യോഗിക പരിപാടിയിൽ സംസ്ഥാനത്തെ പ്രമുഖ സർവകലാശാല വൈസ് ചാൻസലർമാർ കൂട്ടത്തോടെ പങ്കെടുത്തത് വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തുന്നു. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരം നഗരത്തിലെ ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് കേരളത്തിലെ 3 സർവകലാശാലകളിലെ വിസിമാർ പങ്കെടുത്തത്. ഗവർണറുടെ പ്രത്യേക താൽപര്യപ്രകാരം നിയമിക്കപ്പെട്ട വിസിമാരുടെ RSS ആഭിമുഖ്യം പരസ്യമാക്കുന്നതാണ് ഈ നടപടിയെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞു. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ, MG സർവകലാശാല VC ഡോക്ടർ D മാവൂത്ത്, മലയാളം സർവകലാശാല VC ഡോക്ടർ സിയാദ് പ്രസാദ് എന്നിവരാണ് ചടങ്ങിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നത്. കനത്ത സുരക്ഷാ വലയത്തിൽ സംഘടിപ്പിച്ച RSS പരിപാടിയിലാണ് വിദ്യാഭ്യാസ വിദഗ്ധരും നിഷ്പക്ഷരുമാകേണ്ട വിസിമാർ പങ്കെടുത്തതെന്നത് ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരമോന്നത തലവന്മാർ രാഷ്ട്രീയ വർഗീയ ചേരിതിരിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ ഔദ്യോഗിക പദവിയിലിരിക്കെ പങ്കെടുത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വിസിമാർ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ടയാണ് പിന്തുടരുന്നതെന്ന് നേരത്തെ തന്നെ CPM-ഉം കോൺഗ്രസും എടുത്തു പറഞ്ഞിരുന്നു. ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ സംഭവം. സർവകലാശാലകളെ RSS ശാഖകളാക്കി മാറ്റാനുള്ള ഗവർണറുടെയും കേന്ദ്ര സർക്കാരിന്റെയും നീക്കങ്ങളുടെ ഇടനിലക്കാരാണ് തങ്ങളെന്ന് വിസിമാർ സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണെന്ന് ഭരണകക്ഷിയായ CPM ആരോപിച്ചു. കേരളത്തിലെ മതേതര വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വലിയ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഇടതുവലത് വിദ്യാർത്ഥി സംഘടനകൾ രൂപം നൽകുന്നത്. SFIയും KSUവും വിസിമാർക്കെതിരെ പരസ്യമായ നിലപാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആസ്ഥാനത്തേക്ക് വിസിമാർ ഓടിയെത്തുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സംഘടനകൾ സംയുക്തമായി കുറ്റപ്പെടുത്തി. RSS നിർദ്ദേശപ്രകാരമാണ് സർവകലാശാലകളിൽ വിസിമാർ ഭരണം നടത്തുന്നതെന്ന തങ്ങളുടെ മുൻകാല ആരോപണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതായും അവർ അവകാശപ്പെട്ടു. അതേസമയം വിവാദങ്ങൾ തള്ളിക്കളഞ്ഞ് വിസിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു സാംസ്കാരിക സംഘടനയുടെ 100ാം വർഷത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് മാത്രമാണ് പങ്കെടുത്തതെന്നും ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയവുമില്ല എന്നാണ് ഇവരുടെ വിശദീകരണം. അക്കാദമിക് പദവികളെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിശദീകരണം തള്ളിക്കളയുന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണം. സാധാരണ ഒരു സാംസ്കാരിക പരിപാടിയുടെ സ്വഭാവമായിരുന്നില്ല ചടങ്ങിനുണ്ടായിരുന്നതെന്നും പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ വിസിമാർ തങ്ങളുടെ പദവിയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തിയെന്നുമാണ് ഉയരുന്ന പ്രധാന വിമർശനം. അതേസമയം ശാഖകളിലും സംഘശിബിരങ്ങളിലും എത്തി കണ്ടുമറിഞ്ഞും RSSനെ മനസ്സിലാക്കണമെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്നലെ സംസാരിക്കവേ പറഞ്ഞു. സംഘത്തെ അറിയാൻ സ്വയം സേവകരെ കേൾക്കണം, സംഘപരിപാടികളിൽ പങ്കെടുക്കണം. സംഘദശാബ്ദിയുടെ ഭാഗമായി ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണിത്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കാനുള്ള അവസരമാണ് ഇത്തരം സദസ്സുകൾ. ഞാൻ പറയുന്നത് കേട്ടും ധാരണയിലെത്തണമെന്നില്ല. സംഘത്തിന് ആരും എതിരാളികളല്ല. എല്ലാവരും നാളത്തെ സ്വയം സേവകരാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് വീടിനുള്ളിലിരുന്ന് പരിതപിക്കുകയല്ല, രാഷ്ട്രചിന്തയോട് ഒരുമിച്ച് ചേരുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘം വന്നത് പൂർത്തീകരണത്തിനാണ്. എല്ലാം ഉണ്ടായിട്ടും ദീർഘകാലം അടിമത്തത്തിലായിപ്പോയ നാടാണ് നമ്മുടേത്. കടന്നുകയറി ഭരിച്ച 7ാമത്തെ അധിനിവേശ ശക്തിയാണ് ബ്രിട്ടൻ. സ്വാതന്ത്ര്യത്തിനായി ഉയർന്ന മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തരം മുന്നോട്ടു പോയില്ല. പരിഷ്കരണ പരിശ്രമങ്ങൾ ചില തുരുത്തുകളിൽ ഒതുങ്ങി. ജന്മനാ ദേശഭക്തനായ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രം അതിന്റെ തനിമയിൽ സംഘടിക്കാതെ പൂർവ്വവൈഭവം പുനഃസ്ഥാപിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് RSS രൂപീകരിച്ചതെന്നടക്കമുള്ള വളരെ ദീർഘമായ പ്രഭാഷണം അദ്ദേഹം ഇന്നലെ നടത്തിയിരുന്നു.